ഹായ്, വെൽക്കം ബാക്ക് ടു നോളജ് വ്ലോഗർ. എൻ്റെ പേര് സ്റ്റെഫി. അടുത്ത നമുക്ക് നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കി, ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട് അല്ലേ? സൈൻ 2x മൈനസ് 4e⁻3x. നമുക്കത് രണ്ടായിട്ട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം. സൈൻ 2x ആദ്യം എടുക്കാമേ. നമുക്ക് സൈൻ 2x ആദ്യം എടുക്കാം. സൈൻ 2x എന്ന് പറയുന്നത് ഏത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്? സൈൻ 2x. മൈനസ് സൈൻ എക്സ് എന്ന് പറയുന്നത് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് സൈൻ 2x അല്ലേ ഇവിടെ? അപ്പൊ നമുക്ക് കോസ് 2x എടുക്കാം. അപ്പം കോസ് 2xന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ 2x. കഴിഞ്ഞോ? ഇല്ല. എക്സിന്റെ കൂടെ ഉള്ള 2നെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ഇൻറ്റു 2. അപ്പൊ അത് ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും? മൈനസ് 1/2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് 2x. അപ്പൊ എന്ത് വരും? സൈൻ 2x ഈക്വൽ ടു സൈൻ 2x. അതായത് നമുക്ക് റൈറ്റ് സൈഡ് സൈൻ 2x കിട്ടി അല്ലേ? അപ്പം ഈ മൈനസ് 1/2നെ നമുക്ക് അകത്തോട്ട് കൊണ്ടുപോവാം. ഡെറിവേറ്റീവ് ഓഫ് മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2. ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് സൈൻ 2x. അതായത് സൈൻ 2xന്റെ ആന്റി ഡെറിവേറ്റീവ് എന്താ? മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2. അപ്പൊ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം. ആരായിരുന്നു അടുത്തത്? 4e⁻3x. 4e⁻3xന്റെ നോക്കാം. അപ്പം ആരുടെ ഡെറിവേറ്റീവ് ആണ്? ഏത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് 4e⁻3x അല്ലേ? 3x. ഓക്കെ, നമുക്കറിയാം e⁻x എന്ന് പറയുന്നതിന്റെ ആരുടെ ഡെറിവേറ്റീവ് ആണ്? e⁻xന്റെ തന്നെ. അപ്പൊ നമുക്കിവിടെ നോക്കാം. ഇപ്പൊ 4e⁻3x അല്ലേ? അപ്പൊ നമുക്കിവിടെ നോക്കാം. d/dx ഓഫ് 4e⁻3x. ഓക്കെ, 4e⁻3xന്റെ തന്നെ നമുക്ക് എടുത്ത് നോക്കാം. എന്താ 4e⁻3xന്റെ ഡെറിവേറ്റീവ്? 4 ഇൻറ്റു e⁻3x ഇൻറ്റു എന്ത് ചെയ്യണം? എക്സിന്റെ കൂടെ ഉള്ള ആളെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പം ഇവിടെ നോക്കി എന്ത് വന്നു? 4 ഇൻറ്റു e⁻3x ഇൻറ്റു 3 എന്ന് വന്നു. 4e⁻3x ഇൻറ്റു 3. അപ്പൊ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ എന്താ വേണ്ടത്? 4e⁻3x ആണ് റൈറ്റ് സൈഡ് വേണ്ട. അപ്പൊ അതിനെ അതുപോലെ അവിടെ നിർത്തുക. ഓക്കെ, ബാക്കിയുള്ള ആരാണ്? ഇൻറ്റു 3 ആണ് അല്ലേ? അതിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാം. d/dx ഓഫ് 4e⁻3x is equal to 4e⁻3x. നോക്കിക്കേ, ആരുടെ ഡെറിവേറ്റീവ് ആണ് 4e⁻3x നമുക്ക് കിട്ടിയത്? ഇതിനെ നമുക്ക് 1/3 നമുക്ക് അകത്തോട്ട് കൊണ്ടുപോകാമേ. d/dx ഓഫ് 4/3e⁻3x is equal to 4e⁻3x. അപ്പൊ ആരുടെ ഡെറിവേറ്റീവ് ആണ്? 4/3e⁻3xന്റെ ഡെറിവേറ്റീവ് ആണ് 4e⁻3x. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് കമ്പൈൻ ചെയ്താലോ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സൈൻ 2x മൈനസ് 4e⁻3x. ഇതല്ലായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ആന്റി ഡെറിവേറ്റീവ് എന്താണ്? ഇതിന്റെ ആന്റി ഡെറിവേറ്റീവ് എന്ത് വരും? ഇതിന്റെ ആന്റി ഡെറിവേറ്റീവ് എന്ത് വരും? സൈൻ 2xന്റെ മൈനസ് കോസ് 2x/2 മൈനസ് 4e⁻3xന്റെ ആന്റി ഡെറിവേറ്റീവ് എന്തായിരുന്നു? ഇതല്ലേ? 4/3e⁻3x. ഓക്കെ, സൈൻ 2xന്റെ ആന്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് കോസ് 2x/2 ആണ്. അതേപോലെ 4e⁻3xന്റെ ആന്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 4/3e⁻3x ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ബൈ.